ഈ ചാനൽ റേഡിയോ 360 ന്യൂസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുന്ന കർണാടകയിലെ മാനേജ്മെന്റുകൾ അവരുടെ ഏജന്റുമാരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമസ്കാരം, ഞാൻ എം കെ തോമസ്. എന്താ പറയേണ്ടതെന്നല്ലേ? നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ട് എങ്കിൽ മുമ്പോട്ട് വാ, പരാതി കൊടുക്കുക. എന്നിട്ട് എന്റെ ചാനൽ കൂട്ടിക്കാൻ ആവും വിധം നിങ്ങൾ പരിശ്രമിക്കുക. വിജയം കണ്ടിട്ടേ മുമ്പോട്ട് വരാവുള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് അനീതിയുണ്ട്, തെറ്റുണ്ട്, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചോണ്ട് ചാനൽ കൂട്ടിക്കാനായിട്ട് മുമ്പോട്ട് വരരുതേ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വന്നാൽ നിങ്ങളുടെയൊക്കെ സർവ്വ കൂറും കൊടുക്കുകയും നിയമവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും, എന്റെ കയ്യിൽ ഇരിക്കുന്ന തെളിവുകളല്ലാതെ ബാക്കിയുള്ള തെളിവുകളും രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയെ കൊണ്ടും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലെ കൊണ്ടും കോടതിയിൽ വരുത്തിക്കും. ഇവരെയും കൂടെ കക്ഷികളാക്കി തെളിവിന് വേണ്ടി എല്ലാ രേഖകളും കോടതി കൊണ്ടുവരാൻ പറയും. അപ്പോൾ എല്ലാ രേഖകളും ഞാൻ ചോദിച്ചാൽ വിവരാവകാശ നിയമപ്രകാരം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ചോദിച്ച് എനിക്ക് തരാതെ മറച്ചു വെച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും കോടതിയുടെ മുമ്പിൽ വരും. വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇട്ടൊക്കെ 8-8:30 പണിയാണ്. അപ്പൊ ഓർക്കുക, മുമ്പോട്ട് വരുമ്പോ എന്റെ ചാനൽ പൂട്ടിച്ചിട്ട് വേണം പോകാൻ. അല്ലാതെ നിന്റെ സ്ഥാപനം എന്നെ കിട്ട് പണിയാൻ വരുന്നതുകൊണ്ട് നിന്റെ ഒന്ന് സ്ഥാപനം പൂട്ടിപ്പോകരുത്. അവിടെ ഇരിക്കുന്ന നിങ്ങളെ വിശ്വസിച്ച് വന്ന 100 കണക്കിന് വിദ്യാർത്ഥികളുണ്ട് BSc നഴ്സിംഗിന് GNM പഠിക്കുന്നത്. അവരുടെ അവകാശം, അവരുടെ ഭാവി സംരക്ഷിക്കുക. അല്ല, ജനങ്ങളോട് കാര്യം പറയട്ടെ, യുവമാരുടെ സ്ഥാപനം പൂട്ടിപ്പോയാല് എം കെ തോമസും ബാപ്സിയും ഭാവി നശിപ്പിച്ചു, അല്ലെ ഭാവി കളഞ്ഞു എന്നുള്ള ആരോപണമായിട്ട് മുമ്പോട്ട് വരരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, യുവന്മാരെ എല്ലാവരും സൂക്ഷിക്കണമെന്ന്, ജാഗ്രത പാലിക്കണമെന്ന്. അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞു തരാം. താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.